The sum of solution of the equation 3 cos 2x plus cos cube 2x divided by cos raised to 6x minus sin raised to 6x is equal to x cube minus x square plus 6. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കത് ചോദ്യം നോക്കാം. അപ്പം ഓരോന്നായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഇവിടെ ഒരു cos 2x ഉണ്ട്, ഇവിടെ ഒരു cos 2x ഉണ്ട്. അപ്പോൾ cos 2x പുറത്തെടുക്കാം. അങ്ങനെ എടുക്കാം. ദെൻ cos 2x ഇൻറ്റു 3 പ്ലസ് cos ക്യൂബ് 2x ഒരു cos 2x പോകുമ്പോൾ എന്ത് കിട്ടും, cos സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ cos റേഷ്യോ 6നെ നമുക്ക് എങ്ങനെ എഴുതാം, cos റേഷ്യോ 6x cos square 6 whole raised to 3 minus similarly sin square x the whole raised to 3. നമുക്കറിയാം ഇവിടെ ഈക്വൽ ടു എന്താണ്, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6 എന്നുണ്ട്. നമുക്കെന്താണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണ്, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് എ ബി. ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ അല്ലേ. അപ്പം നമുക്ക് ഈ താഴത്തെ എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ്, cos 2x ഇൻറ്റു 3 പ്ലസ് cos സ്ക്വയർ 2x ഹോൾ ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എ മൈനസ് ബി, ഇവിടെ എ എന്താണ് cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ എ മൈനസ് ബി എഴുതി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്, cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് എ ബി എന്താണ്, cos സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6. ഇനി എന്താണ്, cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്, cos 2x. അപ്പോൾ നമുക്കിവിടെ മുകളിൽ cos 2x ഇൻറ്റു 3 പ്ലസ് cos സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് നമുക്ക് തന്നെ എഴുതാം, cos 2x എന്ന് എഴുതാം ഇൻറ്റു cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ് 1 മൈനസ് cos സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് നമുക്ക് തന്നെ എഴുതാം cos എക്സ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ cos 2xും cos 2xും വെട്ടിപ്പോയി. ഇനി എന്താണ് നമുക്ക് നോക്കാം, 3 പ്ലസ് cos സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് cos എക്സ് സൈൻ എക്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2 cos എക്സ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ 2 നമ്മൾ 2 സ്ക്വയർ എത്രയാണ് 4. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയും, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6. ഇതെങ്ങനെ എഴുതിയത്, 2 സൈൻ എക്സ് കോസ് വിത്ത് സൈൻ 2x നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതിനുവേണ്ടി ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സ്ക്വയറിൻ്റെ എഫക്റ്റ് വന്നു. 2 സ്ക്വയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അപ്പോൾ മുകളിൽ എന്തുണ്ട്, 3 പ്ലസ് cos സ്ക്വയർ 2x 3 പ്ലസ് cos സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്, 4 ഇൻറ്റു 4 മൈനസ് 2 cos 2 x sin x ഹോൾ സ്ക്വയർ നമുക്ക് തന്നെ എഴുതാം, സൈൻ സ്ക്വയർ 2x എന്ന് എഴുതാം. സൈൻ സ്ക്വയർ 2x ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഈ 4നെ മുകളിൽ പോകുമ്പോൾ എത്രയാവും, 4 ഇൻറ്റു 3 പ്ലസ് cos സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ
4 മൈനസ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതാം 1 സൈൻ സ്ക്വയർ 2x ആകുമ്പം കോസ് സ്ക്വയർ 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 പ്ലസ് കോസ് സ്ക്വയർ 2x ഡിവൈഡ് ബൈ 4 മൈനസ് 1 എത്രയാണ് 3 മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ് പ്ലസ് കോസ് സ്ക്വയർ 2x. അപ്പോൾ അതൊന്ന് വെട്ടിപ്പോയല്ലോ. നമുക്കിവിടെ ആരുണ്ട് റൈറ്റ് സൈഡിൽ ആരുണ്ട് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 4 ആയല്ലോ. ദെൻ ഇക്വേഷൻ എന്തായി മാറി എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ 4 ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എന്താണ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. നമ്മൾ കണ്ടുപിടിക്കേണ്ട സമ്മാണ്. ഇതെന്താണ് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ നമുക്കൊരു ഫോർമുല അറിയാം എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0 എന്നാണ് തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ 3 റൂട്ട്സ് ആണെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എന്താണ് എക്സ് സ്ക്വയറിൻ്റെ കൊഫിഷ്യൻറ്റിൻ്റെ ബി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ആൽഫ ബീറ്റ ഗാമ എത്രയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ കൊഫിഷ്യൻറ്റ് എത്രയാണ് -1 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ എത്രയാണ് 1. നന്ദി, നമസ്കാരം.